മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ Airbnb വഴി ബുക്ക് ചെയ്ത ഒരു ഫ്ലാറ്റിലാണ്. ഈ Airbnb എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പം ഓൺ ദ റൂട്ട് ആൾക്കാരുടെ വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് ഹോട്ടലിനേക്കാളും ചീപ്പായിരിക്കും. പിന്നെ നമുക്കിവിടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോകുന്ന സ്ഥലത്ത് Airbnb ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കും, അത് നല്ലതായിരിക്കും. ഇന്ന് ട്രിപ്പിൻ്റെ 4th ഡേ ആണ്. ഇനിയുള്ള നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്, ഗുജറാത്തിലുള്ള. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ പൂനെയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനി മുംബൈ വഴി സൂറത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പൂനെയിൽ നിന്ന് നമ്മുടെ മോഡിജി ഉദ്ഘാടനം ചെയ്ത അടൽ സേതു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് മുംബൈ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് ഇനി സൂറത്ത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 500 കിലോമീറ്റേഴ്സ് ഉണ്ടാകും. അപ്പം രാവിലെ യാത്ര തിരിക്കും. ബാൽക്കണി ഒന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് പൂനെ സിറ്റിയുടെ മോർണിംഗ് വ്യൂ കാണാൻ പറ്റിയത്. നല്ല മിസ്റ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂനെ മുംബൈ എക്സ്പ്രസ് വേയിലോട്ട് കയറിയിട്ടുണ്ട്. യശ്വന്ത് റാവോ ചവാൻ എക്സ്പ്രസ് വേ എന്നാണ് ഇതിൻ്റെ പേര്. 125 കിലോമീറ്ററിന് 2 മണിക്കൂറാണ് കാണിക്കുന്നത്. നോക്കാം. നല്ല സീനിക്കായിട്ടുള്ള ഒരു എക്സ്പ്രസ് വേ ആണിത്. ഈ എക്സ്പ്രസ് വേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ ഇങ്ങനെ വേലി പോലൊക്കെ കെട്ടിയിട്ട് ആനിമൽസും വേറെ ബൈക്കും ആൾക്കാരും ഒന്നും കയറില്ല. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാം. ടണൽ നോക്കിയേ, 3 ലൈനുള്ള നല്ല വൈഡായിട്ടുള്ള ടണൽ. ഇതിനകത്ത് നല്ല ലൈറ്റും എക്സോസ്റ്റ് ഫാനും എല്ലാം വെച്ചിട്ടുണ്ട്, ശ്വാസം മുട്ടാതെയൊക്കെ ഇരിക്കാൻ. ഇതാണ് നമ്മുടെ പൂനെ മുംബൈ എക്സ്പ്രസ് വേ. നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെ നിർത്തിയതാണ്? ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ലോണാവാല ചിക്കി എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ് ഷോപ്പ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം നൈസായിട്ട് അങ്ങോട്ട് കയറുന്നതായിരിക്കും. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. എൻ്റെ പേരെന്താടാ? പേര് വായിക്കാൻ പറ്റുന്നില്ല. മെനുവിൽ കുറേ സൗത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മസാല ദോശയും ഒനിയൻ ഊത്തപ്പമൊക്കെ പറഞ്ഞു. അവരിവിടെ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കാനുണ്ട്. മസാല ദോശ എങ്ങനെ ഉണ്ടാ? സൂപ്പറാണ്. അതായത് മസാല ദോശ നോർത്ത് ഇന്ത്യയിൽ കിട്ടിയത്. നോർത്ത് ഇന്ത്യ സാധാരണ സൗത്ത് ഇന്ത്യൻ ഡിഷ് പറഞ്ഞാൽ പാളിപ്പോവാറുണ്ട്. പക്ഷേ ഇവരാഴ്ച നന്നായിട്ട് ഉണ്ടാക്കി. ഞാനൊരു വെറൈറ്റിക്ക് ഒനിയൻ ഊത്തപ്പം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഹൈവേയിൽ കയറിയപ്പോഴാണ് ലോണാവാല എന്നുള്ള ബോർഡ് കണ്ടത്. പണ്ട് തൊട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മൂന്നാർ പോലുള്ളൊരു സ്ഥലമാണ് പൂനെക്ക് അടുത്തുള്ള. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവാം. അങ്ങനെ കയറ്റമൊക്കെ തുടങ്ങി. വളവും വഴിക്ക് വലിയ വീതിയൊന്നുമില്ല, എന്നാലും വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ പോവാം. പിന്നെ വിചാരിച്ച പോലെ തണുപ്പൊന്നുമില്ല, 23 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ വണ്ടി പാർക്ക് ചെയ്ത് ആദ്യത്തെ പ്ലേസായ ടൈഗർ വ്യൂ പോയിന്റിൽ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരു അസാധ്യ വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ മെയിൻ സ്ഥലം, വാലി ഓഫ് ഫ്ലവേഴ്സ്. പക്ഷേ ഇപ്പം ഈ വാലി ഫുൾ കരിഞ്ഞുണങ്ങി കിടക്കുക, ഒരു ഫ്ലവർ പോലും ഇല്ല. അങ്ങനെ രണ്ടാമത്തെ പോയിന്റും കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ലോണാവാലയിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്ന പോലെ ഹൈപ്പിനൊത്തൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളച്ചാട്ടത്തിലൊന്നും വെള്ളമില്ല, ഡിസംബർ ആയതുകൊണ്ട്. പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഉണങ്ങി കിടക്കുക.
പിന്നെ ഒന്നുമില്ല, ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ, തണുപ്പും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ചൂടൊക്കെ ആയിരുന്നു. അപ്പം ഇനി നേരെ മുംബൈയിലോട്ട്. ഐ ലവ് ലോണാവാല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൈഡിൽ കുറച്ച് മുട്ടായിയുടെ പഴം. ചിക്കി, ഇവിടെ ഫുള്ള് ചിക്കി കടകളാണ്. മകൻലാൽ ചിക്കി, വീണ്ടും മകൻലാൽ ചിക്കി, അടുത്ത മകൻലാൽ ചിക്കി. ഇവിടെ ഫുള്ള് മകൻലാൽ ചിക്കിയുടെ കടകളാണ്. എന്താണ് ഇത്ര അധികം കടകൾ ഒരുമിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ലോണാവാല ഫുള്ള് ചിക്കി കടയാണ്. എന്താണ് ഈ ചിക്കി എന്നറിയാൻ എല്ലാം മേടിച്ചിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചിക്കി ഒരു രുചിയുണ്ട്, എന്തോ ചോക്ലേറ്റും കടലമുട്ടായി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. കടല മിഠായി അല്ല, കടല പൊടിച്ചത്. കടല പൊടിച്ചോ അരച്ചോ ഒക്കെ. അങ്ങനെ ദേ നവി മുംബൈ എത്തി. ഇനി ഇവിടുന്ന് പോകാൻ പോകുന്നത് ഏത് ബ്രിഡ്ജിലാണെന്നറിയാമോ? അടൽ സേതു അഥവാ മുംബൈ ട്രാൻസ് ഹാർബർ ബ്രിഡ്ജ്. അങ്ങനെ ദേ നമ്മൾ ആ പാലത്തിലോട്ട് കയറാൻ പോവാണേ. ഈ പാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നവി മുംബൈയിൽ നിന്നും മുംബൈയിലേക്കുള്ളൊരു കടൽ പാലമാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 21.8 കിലോമീറ്ററാണ്. അതായത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ 12ാമത്തെ വലിയ കടൽപ്പാലമാണ്. 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്ന നവി മുംബൈ ടു മുംബൈ റോഡ് ഇപ്പോൾ ഈ പാലം വന്നതോടുകൂടി ആൾക്കാർക്ക് 20 മിനിറ്റിലെത്താൻ പറ്റും. 6 വർഷം കൊണ്ട് 22,000 കോടി മുടക്കിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 250 രൂപയാണ് ഇവിടുത്തെ ടോൾ ചാർജ്. ഇതൊരു എൻജിനീയറിങ് അത്ഭുതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്, കാരണം അത്ര സ്മൂത്തായിട്ടുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ മുംബൈയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ഫ്ലൈ ഓവറാന്ന് നോക്കിയേ, എന്തൊരു കൺസ്ട്രക്ഷനാ. അങ്ങനെ അടൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഞങ്ങളിപ്പോൾ മുംബൈയിലെത്തിയിരിക്കുന്നു. പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷരരുടെയും മുംബൈ, അംബാനിയുടെ മുംബൈ, സച്ചിൻ്റെ മുംബൈ, ഷാരൂഖ് ഖാൻ്റെ മുംബൈ. ലാലേട്ടൻ പറയാറുള്ള ധാരാവിയുടെ ഒരറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ദേ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ കഴിക്കാൻ നിർത്തി. അൽ ബുറാക്ക്. കിടിലൻ ആംബിയൻസ് ഒക്കെ ഉണ്ട്, അപ്പം അതിനൊത്ത് പൈസയും കാണും. എന്തായാലും നോക്കാം. ബട്ടർ റൊട്ടി, ചിക്കൻ ടിക്ക കറി, ഇവരൊക്കെ ഫ്രൈഡ് റൈസാണ്. കൊള്ളാം, ഫുഡിന് രുചിയുണ്ട്, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി. സൂറത്ത് എത്താൻ ഇനി 5 കിലോമീറ്റർ കൂടെ. ഹലോ, അങ്ങനെ നമ്മൾ സൂററ്റിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം, ഹോട്ടൽ ഹൊറൈസൺ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. 2,500 രൂപയാണ് ഒരു റൂമിൻ്റെ ചാർജ് ഇവർ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ റൂം കാണിക്കും. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കിടിലൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.